ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പ്ലസ് ടു സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സോ വി ആർ ഡിസ്കസിംഗ് ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അഥവാ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തമാണ് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയാണ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തത്. ഇന്നത്തെ സെഷനിൽ ആ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ നമ്മളതിനെ മലയാളത്തിൽ അപചയ സീമാന്ത ഉപയുക്തതാ നിയമം എന്ന് പറയും. അപചയ സീമാന്ത ഉപയുക്തതാ നിയമത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഇമാജിനറി ഷെഡ്യൂൾ വിച്ച് ഷോസ് the values of total utility and marginal utility. മൊത്തം ഉപയുക്തതയും അതുപോലെ തന്നെ സീമാന്ത ഉപയുക്തതയും കാണിക്കുന്ന ഒരു പട്ടിക. യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഉപഭോഗം ചെയ്യുന്ന ഒരു വസ്തു എടുക്കുകയാണ്. കൺസ്യൂമർക്ക് ഇവിടെ നമ്മൾ എടുക്കുന്ന ഉപഭോക്താവിന് കൺസ്യൂം ചെയ്യാൻ താല്പര്യം ഓറഞ്ചസ് ആണ് എന്നാണ് നമ്മളിവിടെ എടുക്കുന്നതെന്ന് വിചാരിക്കുക. So the consumer consuming 6 oranges. കൺസ്യൂമർ 6 ഓറഞ്ചസ് ആണ് കഴിക്കുന്നത് അഥവാ ഉപഭോഗം ചെയ്യുന്നത്. ഈ ഓരോ ഓറഞ്ചും കൺസ്യൂം ചെയ്യുമ്പോൾ കൺസ്യൂമറിന് ലഭിക്കുന്ന ടിയും എമ്മിയും മൊത്തം ഉപയുക്തതയും അതുപോലെ തന്നെ സീമാന്ത ഉപയുക്തതയുമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ കണ്ടു, ഒന്നാമത്തെ ഓറഞ്ച് കൺസ്യൂം ചെയ്യുമ്പോൾ കൺസ്യൂമർക്ക് 12 യൂട്ടിൽസ് ആണ് മൊത്തം ഉപയുക്തത. 12 യൂട്ടിൽസ് തന്നെയാണ് സീമാന്ത ഉപയുക്തത. രണ്ടാമത്തെ ഓറഞ്ച് കൺസ്യൂം ചെയ്യുമ്പോൾ കൺസ്യൂമറുടെ മൊത്തം ഉപയുക്തത 18 യൂട്ടിൽസായി മാറുകയും സീമാന്ത ഉപയുക്തത 6 യൂട്ടിൽസായി മാറുകയും ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ടേബിൾ നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയതാണ്. ഓറഞ്ചസ് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടുന്തോറും എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ കണ്ടു. ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം, അതായത് മൊത്തം ഉപയുക്തത ഇൻക്രീസ് ചെയ്യും ആദ്യഘട്ടത്തിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് വളർച്ചയുടെ തോത് കുറവായിരിക്കും. 12 നിന്ന് 18, പിന്നീട് 22, പിന്നീട് 24. ഒരു ഘട്ടത്തിൽ കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് കോൺസ്റ്റൻറ്റ് സ്ഥിരമായി നിൽക്കുന്ന ഒരു അവസ്ഥ വരും. ദാറ്റ് ഈസ് 24. ഹിയർ യു ക്യാൻ സീ 24. അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ 24. നാലാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴും 24. ടോട്ടൽ യൂട്ടിലിറ്റി സ്ഥിരം അവസ്ഥയിൽ വരുന്നു. ദെൻ വീണ്ടും ഈ കൺസ്യൂമർ ഓറഞ്ച് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി മൊത്തം ഉപയുക്തത കുറയുന്നു. ആൻഡ് സീ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ആദ്യം നമ്മൾ ഈ ടോട്ടൽ യൂട്ടിലിറ്റി ഒന്ന് ഗ്രാഫിക്കലി, ടോട്ടൽ യൂട്ടിലിറ്റിയുടെ മൊത്തം ഉപയുക്തത വക്രം ഒന്ന് നമ്മൾ എങ്ങനെ ഇരിക്കുമെന്ന് പരിശോധിക്കാം. അതിനുശേഷം നമ്മൾ MUയിലേക്ക് പോകാം. സോ ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കൺസ്യൂമർക്ക് ലഭിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 12. നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാം. ശ്രദ്ധിക്കാം, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഹൊറിസോണ്ടൽ ലൈൻ റെപ്രസെൻറ്റ്സ് എക്സ് ആക്സിസ്, you know, വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ്സ് വൈ ആക്സിസ്. തിരശ്ചീന രേഖ എക്സ് ആക്സിസും ലംബമായിട്ടുള്ള രേഖ വൈ ആക്സിസുമാണ്. സോ ഇവിടെ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി കൺസ്യൂംഡ്, ഉപഭോക്താവ് ഉപഭോഗം ചെയ്യുന്ന അളവാണ് എക്സ് ആക്സിസിൽ കാണിക്കുന്നത്. വൈ ആക്സിസിൽ കാണിക്കുന്നത് ലഭിക്കുന്ന യൂട്ടിലിറ്റി, ഉപയുക്തത. ദാറ്റ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും കാണിക്കുന്നത് വൈ ആക്സിസിൽ. ആൻഡ് ഫസ്റ്റ് വി ആർ പ്ലോട്ടിംഗ് ദ പോയിൻറ്റ്സ് റിലേറ്റഡ് ടു ടോട്ടൽ യൂട്ടിലിറ്റി. മൊത്തം ഉപയുക്തതയാണ് നമ്മൾ ആദ്യം ഈ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ, ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ഓറഞ്ച് കൺസ്യൂം ചെയ്യുമ്പോൾ കൺസ്യൂമർക്ക് ലഭിക്കുന്ന മൊത്തം ഉപയുക്തത 12 ആണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് യൂണിറ്റ്. കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ലഭിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 12 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ദിസ് ഈസ് 12.
അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 12. ഓക്കെ, ദെൻ സെക്കൻഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ടു 18. So this is the second unit, total utility increased to 18. So we can plot here a point 18. Then third unit consume ചെയ്തപ്പോൾ കൺസ്യൂമർക്ക് ലഭിക്കുന്നത് 22. സോ മൂന്നാമത്തെ യൂണിറ്റ് ഇവിടെയാണ്. മൂന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കൺസ്യൂമറിന് ലഭിക്കുന്നത് 22. സോ 20, 21, 22. Here we can plot 22. സോ മൂന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ 22 ടോട്ടൽ യൂട്ടിലിറ്റി. നാലാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ 24. അപ്പോൾ ബിന്ദു എവിടെയായിരിക്കും? 24. ദിസ് ഇസ് 25. സോ അതിന് തൊട്ട് താഴെ തന്നെ 24. നാലാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 24. അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ അഗെയിൻ ഇറ്റ് ഈസ് 24. കോൺസ്റ്റൻറ്റ് സ്റ്റേജ് ആണ്. അപ്പോൾ 24 തന്നെ അഞ്ചാമത്തെ യൂണിറ്റ്. ഓക്കെ, ദെൻ സിക്സ്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ് ടു 22. അപ്പോൾ ആറാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 22. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. ടോട്ടൽ യൂട്ടിലിറ്റി കർവ്, അതായത് മൊത്തം ഉപയുക്തത വക്രം ലഭിക്കാൻ നമ്മൾ ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്താൽ മതി. സോ ലെറ്റ് us join these points. നമ്മൾ ജോയിൻ ചെയ്യും. സോ ദിസ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ്, TU എന്ന് നമ്മളിതിന് പേര് കൊടുക്കാം. സോ ദിസ് ഈസ് TU കർവിൻ്റെ പ്രത്യേകത നമ്മൾ ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. TU കർവ് ആദ്യം ഇൻക്രീസ് ചെയ്യുകയാണ്, പക്ഷേ വളർച്ചയുടെ തോത് വളരെ കുറഞ്ഞ രീതിയിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ അത് കോൺസ്റ്റൻറ്റ് പൊസിഷനിലെത്തും. സോ ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ് പൊസിഷൻ 24 and 24. അത് കഴിഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യും, കുറയും. കൂടുതൽ ഓറഞ്ചുകൾ കഴിക്കും തോറും ആദ്യം ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കും, പക്ഷെ വർധനയുടെ തോത് കുറയും. പിന്നീട് അത് കോൺസ്റ്റൻറ്റ് പൊസിഷനിലേക്ക് വരും, വീണ്ടും അത് ഡിക്ലൈൻ ചെയ്യും. സോ ദാറ്റ് ഈസ് ദ TU കർവ്. ലെറ്റ് us find out the marginal utility curve or സീമാന്ത ഉപയുക്തതാ വക്രം നമുക്ക് എങ്ങനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ സീമാന്ത ഉപയുക്തത 12. ടോട്ടൽ യൂട്ടിലിറ്റി 12 ആണ്, മാർജിനൽ യൂട്ടിലിറ്റി 2 ആണ്. സോ ഇറ്റ് ഈസ് 12. രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഫാൾസ് ടു 6. ഇപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 6 ആയിട്ട് കുറഞ്ഞു. സോ 5 ഇവിടെ, ഇപ്പോൾ 6. ദിസ് ദ 6 പോയിന്റ്. മൂന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ഇറ്റ് ഫാൾസ് ടു 4. സോ ദിസ് ഈസ് third unit consumable 4. Okay, then fourth unit consumable it is 2. നാലാമത്തെ യൂണിറ്റിലേക്ക് പോയപ്പോൾ അത് 2. ഓക്കെ, അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് 0. ഇവിടെ തന്നെയാണ്. അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 0. ആറാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് -2. സോ ദിസ് ഈസ് -5. ഇങ്ങോട്ട് നമ്മൾ ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ -2ലേക്കാണ് എത്തുക. സോ ദിസ് ഈസ് -6. യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ -2. ഈ കർവ് ഒന്ന് നമ്മൾ ജോയിൻ ചെയ്താൽ വി വിൽ ഗെറ്റ് ദ മാർജിനൽ യൂട്ടിലിറ്റി. സോ ദിസ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്താവുന്നുണ്ട്? നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു റഫായിട്ട് വരച്ചതാണ്. സോ ദിസ് ഈസ് MU കർവ്. നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് ഈ പറയുന്ന മെഷർമെൻ്റൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇത് പ്ലോട്ട് ചെയ്താൽ വളരെ കൃത്യമായ രേഖ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് ആൻഡ് ദിസ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. ഇവിടെ ശ്രദ്ധിക്കുക, മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഡിക്ലൈൻ ചെയ്യുകയാണ്. മാർജിനൽ യൂട്ടിലിറ്റി കർവ് 12 നിന്ന് 6, 4, 2, 0 നെഗറ്റീവുണ്ട്, ഡിക്ലൈൻ ചെയ്യുകയാണ്. അതാണ് ഈ കർവ് എപ്പോഴും താഴത്തേക്ക് പോകുന്നത്. സ്ലോപ്പ് ടു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ടോട്ടൽ യൂട്ടിലിറ്റി ശ്രദ്ധിക്കൂ, ആദ്യം ഇൻക്രീസ് ചെയ്തു, പിന്നെ കോൺസ്റ്റൻ്റ് ചെയ്തു, പിന്നെ അത് ഡിക്ലൈൻ ചെയ്തു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു 2 പോയിൻറ്റ്സും കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴാണ് ടോട്ടൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻറ്റിലേക്ക് എത്തി 24. ഓക്കെ,
ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മൊത്തം ഉപയുക്തത 24 എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമമാണ്. പിന്നെ അത് ഡിക്ലൈൻ ചെയ്യുകയാണല്ലോ. സോ മാക്സിമത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റി വരുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ്. അത് ഇവിടെ നമ്മൾ കാണിക്കണം. സോ ദിസ് ഈസ് ദ മാക്സിമം 24. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ഇവിടെയാണ്. ആ സമയത്ത് നമുക്ക് കാണാം മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 0. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദമായിട്ട് മനസ്സിലാക്കിയത് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0. സോ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0. ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുമ്പോൾ, മൊത്തം ഉപയുക്തത കുറയുമ്പോൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റിക്ക് സംഭവിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലേക്ക് പോകുന്നു. സോ ഇവിടെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്തപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി യു സി ഇറ്റ് ഈസ് -2. മാർജിനൽ യൂട്ടിലിറ്റി -2 ആണ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് പോർഷനിലേക്ക് പോവുകയാണ്. So these are all about the graphical representation of TU and MU, and also you can see the law of diminishing marginal utility. ഇതിൽ നിന്ന് law of diminishing marginal utility നിങ്ങൾക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മനസ്സിലാക്കാം. മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നു, കൺസംഷൻ കൂടുന്തോറും. ഒരു ഘട്ടം കഴിഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലേക്ക് പോകുന്നു. അതും നമ്മളിവിടെ കണ്ടു. മറ്റൊന്ന് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0. ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ്. ഇത്രയുമാണ് TU, MU, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഇതെല്ലാം ഉൾപ്പെടുന്ന ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് കൂടി നമ്മൾ കടക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ ഭാഗം ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു.